ആയുർവേദത്തിന് ചില മാർഗങ്ങളുണ്ടല്ലേ ഇത് എങ്ങനെ മാറ്റാം, ഈ പ്രമേഹം എങ്ങനെ മാറ്റാം? ഇതൊരു ജീവിതശൈലി രോഗമായിട്ടാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ, നമ്മുടെ ഭക്ഷണ കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തിയാലൊക്കെ ഇതിനെ നിയന്ത്രിക്കാൻ കഴിയും. നമ്മൾ ഒരുപാട് മരുന്നുകൾ ഇങ്ങനെ വാരി കഴിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ ഇത് ആയുർവേദത്തിൽ ചില പ്രത്യേകതകളുണ്ട്. ആയുർവേദത്തിൽ ഇത് എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുന്നത്, ഇത് എങ്ങനെ തടയാം എന്നതിനൊക്കെ ചില മാർഗങ്ങളുണ്ട്. നമുക്ക് നോക്കാം അതെന്താണ്. നമസ്കാരം. ആധുനിക കാലത്തെ പ്രധാനപ്പെട്ട ഒരു ജീവിതശൈലി രോഗമാണ് പ്രമേഹം. പ്രായഭേദമന്യേ നിരവധി പേർ ഈ രോഗത്തിന് അടിമകളാകുന്ന ഈ ഘട്ടത്തിലാണ് പ്രമേഹ രോഗത്തിന് ആയുർവേദത്തിലെ ചികിത്സാ വിധികളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ഘട്ടത്തിൽ നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് കോഴിക്കോട് ഋഷി ആയുർവേദിക് റിസർച്ച് സെന്ററിലെ ഡോക്ടർ വിദ്യ എം ശങ്കറാണ്. ഡോക്ടർ, സ്വാഗതം പുലർവേളയിലേക്ക്. ഡോക്ടർ, പ്രമേഹം എന്ന രോഗാവസ്ഥയെ എങ്ങനെയാണ് ആയുർവേദം നിർവചിക്കുന്നത്? പ്രമേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, പ്രമേഹത്തിന് എന്താണ് ഇന്നത്തെ കാലത്തെ ഇമ്പോർട്ടൻസ് അത് പറയുകയാണെങ്കിൽ, നമ്മളിപ്പം കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ ഒക്കെ കാലം കഴിഞ്ഞു. അതിനൊക്കെ ഓരോരോ മരുന്ന് കണ്ടുപിടിച്ചു, വാക്സിൻസ് ഉണ്ട്, നമ്മുടെ മരുന്നുകളുണ്ട്, ഒരുപാട് മരുന്നുകളുണ്ട്. കമ്മ്യൂണിക്കബിൾ ഡിസീസിനൊക്കെ ഒരുവിധം അത് ഓക്കെ ആണ് ഇപ്പം. പക്ഷെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ് കൂടി വരുന്നത്. അതിപ്പോ WHO നോക്കുവാണെങ്കിലും അവരും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പൊ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിനാണ്. അതിൽ തന്നെ ഫസ്റ്റ് നോക്കുവാണെങ്കിൽ കാർഡിയോവാസ്കുലർ ഡിസീസസ്, ക്യാൻസർ, പിന്നെ ഡയബറ്റിസ്. അതിലെ ഫസ്റ്റ് 5 എടുക്കുവാണെങ്കിൽ ഡയബറ്റിസ് വരുന്നുണ്ട്. പ്രമേഹം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് വരിക. പ്രമേഹം എന്ന് പറഞ്ഞാൽ അതൊരു ആ വേർഡിന്റെ ഡെറിവേഷൻ പറയുവാണെങ്കിൽ നമ്മൾ പ്രഹർഷേണ മേഹതി എന്നാ പറയാ. അതായത് ഒത്തിരി യൂറിൻ പോകുന്ന ഒരവസ്ഥ, അല്ലെ പോളി യൂറിയ എന്ന് പറയും. ഇപ്പൊ മോഡേൺ കാലം അതിനെ ഡിഫൈൻ ചെയ്യുന്നത് ഡയബറ്റീസിന്റെ ക്ലാസിക്കൽ സിംറ്റംസ് പറയുന്നതിൽ 4P, അതാണ് ബേസിക് ഇംഗ്ലീഷ് ആൽഫബറ്റ് P എന്നുള്ള അക്ഷരം ഉണ്ടല്ലോ, അത് 4P എന്ന് പറയണം. ഫസ്റ്റ് പോളി യൂറിയ, പിന്നെ പോളിഫാജിയ, പോളിഡിപ്സിയ, പിന്നെ പ്രൂറൈറ്റിസ്, അങ്ങനെ 4Ps പറയണം. അതിൽ അവർ പറയണ ഫസ്റ്റ് P അതെ പോളി യൂറിയ ആണ്, ഒരുപാട് യൂറിനേറ്റ് ചെയ്യുന്ന ഒരവസ്ഥ. അതാണ് പ്രമേഹം എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ മോഡേൺ പറയുകയാണെങ്കിൽ ഇൻസുലിൻ എന്നുള്ളൊരു ഹോർമോൺ ഉണ്ടാവുന്നുണ്ട്. അതിന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷനിൽ വരുന്ന ആൾട്രേഷൻ കൊണ്ട് ഹൈപ്പർ ഗ്ലൈസീമിയ എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവും. കുറച്ച് കാലത്തേക്ക് ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറച്ച് കൂടുതലായിട്ട് നിൽക്കുക. അതിനെയാണ് നമ്മൾ ഡയബറ്റിസ് എന്ന് പറയുന്നത്. പ്രമേഹ രോഗത്തിന് ആയുർവേദം അനുശാസിക്കുന്ന പ്രധാനപ്പെട്ട ചികിത്സാ വിധികൾ എന്തെല്ലാമാണ്? ആയുർവേദത്തിൽ ഏതൊരു രോഗത്തിന്റെയും ചികിത്സയിലെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നിദാന പരിവർജന. നിദാനം നമ്മൾ ഒഴിവാക്കുക. അതുണ്ടാവുന്ന ഒരു കോസ് ഏതാണോ അതിനെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. അതാണ് ഫസ്റ്റ് ട്രീറ്റ്മെന്റ് പ്രിൻസിപ്പിൾ. അപ്പൊ എന്തുകൊണ്ടാണ് പ്രമേഹം വരുന്നത് നോക്കുക. എന്തുകൊണ്ടാണ് പ്രമേഹം വരുന്നത് എന്ന് പറഞ്ഞാൽ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ. ഇപ്പൊ ഞാനും നിങ്ങളും അടങ്ങുന്ന ഇന്നത്തെ സൊസൈറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇരുന്നിട്ടുള്ള ജോലിയാണ്. നമ്മൾ രാവിലെ പോയിട്ട് ഞാനൊരു 9 മണിക്ക് ആ ചെയറിൽ ഇരുന്നാൽ ഞാനൊരു 5 മണിയാകുമ്പോഴാണ് അവിടെ നിന്ന് എണീറ്റ് വരുന്നത്. നിങ്ങൾ എല്ലാവരും, നമ്മളിപ്പോ യൂത്ത് എന്ന് പറയുന്ന എല്ലാ ആളുകളും ഇങ്ങനെയാണ്, അവരുടെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയാണ്. എക്സസൈസ് ഇല്ല, തോന്നുന്ന നേരത്താണ് ഭക്ഷണം കഴിക്കുന്നത്. നമ്മൾ രാത്രിയൊക്കെ ആണെങ്കിലും ഫുഡ് കഴിച്ച ഉടനെ പോയി ഉറങ്ങുക, അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലാണ്. നമുക്ക് ഫിസിക്കലി സ്ട്രെയിൻ വളരെ കുറവാണ്. പക്ഷെ മെന്റലി ആണെങ്കിലും ഒക്കെ ഒരുപാട് നമ്മൾ ടെൻഷൻ അനുഭവിക്കുന്നത് അതൊക്കെ ഉണ്ട്. പക്ഷെ ഫിസിക്കലി സ്ട്രെയിൻ വളരെ കുറവാണ്. പ്രധാനമായിട്ടും ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ തന്നെയാണ് ഡയബറ്റിസ് എന്ന് പറയുന്നത്. ഈ ചികിത്സയെ പറ്റി പറയുമ്പോൾ ഫസ്റ്റ് ഞാൻ പറയേണ്ടത്, പ്രമേഹം ഒരു മാറാ രോഗമാണ്. അങ്ങനെ ഒരു ഇതാണ് എല്ലാവർക്കും. പ്രമേഹം മാറില്ല, എപ്പോഴും കാലാകാലം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരും, അങ്ങനെയൊക്കെ ഒരു ചിന്തയാണ് എല്ലാവർക്കും. അത് ക്യൂറബിൾ എന്ന് എഴുതാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. ഇപ്പൊ ഒരു അസുഖം നമ്മളെ കേസിട്ട് ആ പേഷ്യന്റ് കേസിട്ട് ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്കത് ക്യൂറബിൾ മാറി എന്ന് എഴുതാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എഴുതാം അണ്ടർ കൺട്രോൾ എഴുതാം. അങ്ങനെയാണ്, ബുദ്ധിമുട്ടില്ല അതിനെ. രോഗം വരാതെ അല്ലെങ്കിൽ ഈ പ്രമേഹം എന്ന് പറയുന്ന ഈ രോഗാവസ്ഥയിലേക്ക് എത്താതെ എങ്ങനെ ചിട്ടയായ ഒരു ജീവിതക്രമം നമുക്ക് പാലിക്കാൻ സാധിക്കും? ഇപ്പൊ ഓരോ സ്ഥലത്ത് ജീവിക്കുന്നവർക്ക് ഓരോ സാത്മ്യമുണ്ട്. ഇപ്പൊ നമ്മൾ കേരളത്തിൽ ജനിച്ചു വളർന്നവരാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡല്ല, നമ്മളെ അമ്മ കഴിച്ചിരുന്ന ഫുഡ് വരെ നമ്മളെ എഫക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സാത്മ്യത്തിനനുസരിച്ചുള്ള ഫുഡുകൾ നമ്മൾ കഴിക്കുക. അപ്പൊ നമ്മൾക്ക് ഗോതമ്പ് കഴിച്ചിട്ട് ഷുഗർ കുറഞ്ഞോളൊന്നൊന്നുമില്ല. നമ്മൾ ചോറാണ് കഴിച്ച് ശീലിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ചോറ് തന്നെ കഴിക്കുക. പക്ഷെ വിധിച്ചിരിക്കുന്ന അളവിൽ മാത്രം, അത് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കേണ്ട കറക്റ്റ് സമയത്ത് കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ കഴിക്കാന്നുണ്ടെങ്കിൽ, ഇപ്പൊ കുറച്ചെങ്കിലും എക്സസൈസ് ഒരു 3/4 മണിക്കൂറെങ്കിലും എന്നും എക്സസൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ, ബാക്കി ഇങ്ങനെ ജങ്ക് ഫുഡ്സ് ഒക്കെ ഒരുപാട് ഒഴിവാക്കാന്നുണ്ടെങ്കിൽ, അതൊക്കെ അവോയ്ഡ് ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും ഷുഗർ വരില്ല. പ്രമേഹ രോഗികൾക്ക് എങ്ങനെ ഒരു ചിട്ടയായ ജീവിതം നയിക്കാം? എന്തെല്ലാമായിരിക്കണം അവരുടെ ഭക്ഷണക്രമങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിതചര്യകൾ? നമ്മൾ രാവിലെ ഒരു മാക്സിമം ഒരു 5 മണിക്കെങ്കിലും എഴുന്നേൽക്കുക. ആ സമയത്ത് എന്താ ഇപ്പൊ പറ്റുകയെന്ന് വെച്ചാൽ ഫ്രഷ് ഓക്സിജൻ ഒത്തിരി കിട്ടുന്ന ഒരു സമയമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, ഒത്തിരി വെഹിക്കിൾസ് പോകുന്നുണ്ട്, ഒരുപാട് സ്മോക്ക് ഒക്കെ ഉണ്ടാവുന്നുണ്ട്, അതൊക്കെ ബുദ്ധിമുട്ടാണ്. ആ സമയത്തൊക്കെയാണെങ്കിൽ ഫ്രഷ് ഓക്സിജൻ ഒരുപാട് കിട്ടുന്നുണ്ട്. ആ സമയത്ത് ഇപ്പൊ നമ്മൾ നടക്കാൻ പോവാണ്, എക്സസൈസ് ചെയ്യാണ്, ആ ഓക്സിജൻ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് പറ്റും. ഉച്ചയ്ക്ക് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുക. ഒരു 12 to 1, ഒരു 1.5 മാക്സിമം. 2 മണി കഴിഞ്ഞിട്ടാണ് പലരും ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കുന്നത്. അതൊക്കെ അവോയ്ഡ് ചെയ്യുക. രാവിലെ അതെ 10 മണിയുടെ മുന്നേ ഒക്കെ ഭക്ഷണം കഴിക്കുക.
കഴിക്കുക. അതുമാതിരി വൈകുന്നേരം കഴിക്കുന്നത് കഴിച്ച ഉടനെ കിടക്കാതിരിക്കുക. കഴിച്ചിട്ട് അത് നമ്മളിപ്പോ ഇതിലൊക്കെ പറയേണ്ട ഒരു 100 സ്റ്റെപ്പ് നടക്കണം എന്നാണ് നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നത്. ഭക്ഷണം കഴിച്ചതിന് ശേഷം ആരും ചെയ്യുന്നില്ല. ഭക്ഷണം കഴിച്ചിട്ട് നേരെ ബെഡ് പോവാണ് എല്ലാവരും ചെയ്യുന്ന കാര്യം. അതൊക്കെ ഒഴിവാക്കുക. പ്രമേഹം ഒരു പാരമ്പര്യമായി ലഭിക്കുന്ന ഒരു രോഗമാണോ? അതുണ്ട്. അത് പാരമ്പര്യമായിട്ട് പ്രമേഹം വരാനുള്ള സാധ്യതയുണ്ട്. ബ്രോഡായിട്ട് പറയുകയാണെങ്കിൽ 2 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് സഹജം എന്ന് പറയും, അതായത് ബൈ ബർത്ത് അയാൾക്കുണ്ട്. അതിനെ നമ്മൾ ജാതപ്രമേഹി എന്നാണ് ചരകാചാര്യൻ അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ജാതപ്രമേഹി, അതായത് ജനിക്കുമ്പോഴേ അയാൾക്ക് പ്രമേഹത്തിനുള്ള ഒരു ചാൻസ് ഉണ്ട്. ജാതപ്രമേഹി. അതിന്റെ ദോഷം പറയുന്നത് കുലജം എന്നാണ്, ഹെറിഡിറ്ററി ആണ് അത്. അങ്ങനെ വരുന്ന ഒരു പ്രമേഹം ഉണ്ട്. അത് നമുക്ക് തടയാൻ പറ്റില്ല, അത് വരുന്നതാണ്. പക്ഷെ അയാൾക്കും പ്രോപ്പറായിട്ടൊരു ലൈഫ് ഡീൽ ചെയ്യാൻ സാധിക്കും. കഫത്തിൽ പറയുവാണെങ്കിൽ 10 ക്ലാസിഫിക്കേഷൻ ആണ് പ്രമേഹത്തിനുള്ളത്. അതുമാതിരി പിത്തത്തിൽ പറയുകയാണെങ്കിൽ 6, വാതത്തിൽ പറയുകയാണെങ്കിൽ 4, അങ്ങനെ മൊത്തത്തിൽ 20 പ്രമേഹങ്ങളാണ് പറയുന്നത്. അതേപോലെ തന്നെ പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. ഡയബറ്റിക് കാർബങ്കിൾസ് എന്നൊക്കെ പറയും. അതൊക്കെയും അങ്ങനെ തന്നെ നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. കാർബങ്കിൾസ് വരുന്നതും അതിന്റെ ദോഷങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ ക്ലാസിഫിക്കേഷൻ പ്രധാനമായിട്ട് ആയുർവേദത്തിൽ എങ്ങനെയാണ്? ബ്രോഡായിട്ട് പറയുകയാണെങ്കിൽ 2 പറയാം. ദോഷങ്ങൾ കൊണ്ടുവരുന്നതും സഹജമായിട്ട് വരുന്നതും. ദോഷങ്ങളെ തന്നെ സബ് ക്ലാസിഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 20 ടൈപ്പായിട്ട് പറയാം. ഡോക്ടർ, എന്തായാലും പ്രമേഹ രോഗത്തെക്കുറിച്ചും ആ രോഗാവസ്ഥയിലുള്ളവർ പാലിക്കേണ്ട ജീവിതചര്യകളെക്കുറിച്ചും രോഗം വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം മനോരമ ന്യൂസ് പ്രേക്ഷകരുമായി ഇത്രയും വിശദമായി സംസാരിച്ചു. ഡോക്ടർക്ക് നന്ദി.